വയനാട് പ്രദേശത്തെ ജീവകാരുണ്യ പ്രവർത്തനത്തിന് എന്നും സന്തോഷിക്കാൻ വക നൽകുന്ന ഒരു ദിവസത്തിലൂടെ ഞാനും നിങ്ങളുമൊക്കെ കടന്നു പോകുന്നു. നമുക്കറിയാം, നമ്മുടെ വയനാട് പ്രദേശത്തെ വർഷങ്ങൾക്ക് മുന്നേ ജീവകാരുണ്യ പ്രവർത്തന മേഖലയിൽ നിറ സാന്നിധ്യമായി നിന്നുപോന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. നമ്മുടെ പൂർവികര് ആ കാലഘട്ടത്തിൽ തന്നെ നമുക്കറിയാം, കപ്പ വരെ റിലീഫായിട്ട് കൊടുക്കുന്ന ഒരു കാലഘട്ടത്തില് കൂലിപ്പണി എടുക്കുന്ന ആളുകൾ വൈകുന്നേര സമയത്ത് റാലി വലിച്ച് പ്രസ്ഥാന സുഹൃത്തുക്കൾ കണ്ടെത്തിയ ആ പണം സ്വരൂപിച്ച് നമ്മുടെ നാട്ടില് റിലീഫ് പ്രവർത്തനം നടത്തിയ ഒരു പാരമ്പര്യമുള്ള ഒരു മേഖലയും ഒരു പ്രദേശവുമാണ് വയനാട്. കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ആ പ്രവർത്തനം എല്ലാവരും ഈ പ്രദേശത്ത് നടത്താറുമുണ്ട്. പക്ഷെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയ സംവിധാനത്തിന്റെ ഭാഗമായി നമുക്കറിയാം, പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ വിയോഗത്തിന് ശേഷം നമ്മുടെ ഈ റിലീഫ് സംവിധാനത്തെ നമ്മുടെ സൊസൈറ്റിയായി തങ്ങളുടെ പേരിൽ ശിഹാബ് തങ്ങൾ റിലീഫ് സെന്റർ എന്ന രജിസ്ട്രേഷൻ നടത്തുകയും ആ നടത്തിയ സമയത്താണ് സംസ്ഥാന മുസ്ലിം ലീഗിന്റെ ഭാഗത്തു നിന്ന് ബൈത്തുർ റഹ്മയുടെ പ്രഖ്യാപനം ഉണ്ടാകുന്നത്. ഇന്നും അഭിമാനത്തോടു കൂടി നമുക്ക് പറയാൻ കഴിയും, കോഴിക്കോട് ജില്ലയിലെ ആദ്യത്തെ ബൈത്തുർ റഹ്മ ഉണ്ടാക്കി കൊടുക്കാൻ കഴിഞ്ഞ ഒരു കമ്മിറ്റി ശിഹാബ് തങ്ങൾ റിലീഫ് സെന്റർ കമ്മിറ്റിയാണ്. അങ്ങനെ ഒട്ടനവധി നമുക്ക് 2018 പ്രളയം നമുക്കറിയാം, നമ്മുടെ തൊട്ടടുത്ത വേങ്ങേരി അടക്കമുള്ള പ്രദേശത്തേക്ക് ശിഹാബ് തങ്ങൾ റിലീഫ് സെന്ററിന്റെ നേതൃത്വത്തിൽ വലിയ സ്വാതന്ത്ര്യ പ്രവർത്തനത്തിന് നമ്മൾ നേതൃത്വം കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഓരോരോ സമയങ്ങളിൽ ആവശ്യമുള്ള കാര്യങ്ങളിലേക്ക് ഇടപെട്ടുകൊണ്ട് മറ്റൊന്നിൽ കൂടുതൽ ബൈത്തുർ റഹ്മകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. നമ്മുടെ പ്രദേശത്ത് ചെറിയ രീതിയിൽ സ്ട്രക്ചറായി കിടന്ന വീടുകളുടെ ഫിനിഷിംഗ് പ്രവൃത്തികൾ നടത്തി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ പല കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് സമൂഹത്തിൽ നമ്മളെ ഉദാരമായി സഹായിക്കുന്ന ആളുകളൊക്കെ നമ്മളോട് ചോദിക്കാറുണ്ട്, നിങ്ങൾക്ക് ഇത് ക്രോഡീകരിക്കാൻ ഒരു വീട് നിങ്ങൾക്ക് വേണ്ട എന്നൊരു ചോദ്യം വർഷങ്ങളോളം കേട്ട ആളുകളാണ് ഞാനടക്കമുള്ള. ഒരു പക്ഷേ നമ്മുടെ മുൻ തലമുറയും അത് കേട്ടിട്ടുണ്ടാവും. പക്ഷെ നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, നമ്മുടെ പ്രദേശത്തൊക്കെ ഉള്ള ഭൂമിയുടെ വിലയും കാര്യമൊക്കെ നമുക്കറിയാം. വലിയ വാല്യൂ ഉള്ള ഭൂമികളാണ് നമ്മുടെ പ്രദേശത്തൊക്കെ ഉള്ളത്. അത് നമുക്ക് പർച്ചേസ് ചെയ്ത് ഒരു സ്ഥാപനം നിർമ്മിക്കുക എന്നത് അപ്രായോഗികമാണ്. പക്ഷെ നമ്മുടെ വയനാടിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ വിദ്യാസമ്പന്നനായി വലിയ ഉദ്യോഗ മേഖലയിൽ മദ്രാസ് ഗവൺമെന്റിൽ സെക്രട്ടറി പോസ്റ്റ് വരെ ഇരുന്ന് അവിടെ നിന്ന് ജോലി വിരമിച്ചതിന് ശേഷം ഇവിടെ വന്ന് നമുക്കറിയാം AWH വികലാംഗരുടെ ഭിന്നശേഷി വിദ്യാർത്ഥികളുടെ ഉന്നമനത്തിന് വേണ്ടിയുള്ള ആ സ്ഥാപനത്തിൽ ഭിന്നശേഷി വിദ്യാർത്ഥികളുടെ പ്രൊജക്റ്റുമായി ഏറ്റെടുത്തുകൊണ്ട് അവിടെ വലിയൊരു മുന്നേറ്റം നടത്തിയ ആ ഒരു സ്ഥാപനത്തിൽ ചില കോടതി നടപടിക്രമങ്ങളൊക്കെ ഉണ്ടായ സമയത്ത് അതിൽ മാനസികമായി അവിടെ നിന്ന് മാറി നിന്ന് ചെറിയ വീട്ടിൽ ചെറിയ വിശ്രമം നയിക്കുന്ന സമയത്ത് ഇവിടെയുള്ള CH സെന്ററിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളൊക്കെ സമീപിച്ചുകൊണ്ട് നമ്മൾ ഇന്ന് കാണുന്ന CH സെന്ററിന്റെ ജനറൽ മാനേജറായി നിന്ന് CH സെന്ററിന്റെ ഒരു ഓഫീസ് സംവിധാനം ഈ രീതിയിൽ ചിട്ടയാർന്ന രീതിയിൽ കൊണ്ടുവരുന്നതിനൊക്കെ വലിയ പങ്ക് വഹിച്ച നമ്മുടെ സരസ് അസീസ് ഖാൻ എന്ന് നമ്മളൊക്കെ വിളിക്കാറുള്ള അസീസ് ഖാന്റെ വിയോഗവും നമ്മുടെ നാട്ടിലുണ്ടായി. നമുക്കറിയാം, അവരെ കുടുംബങ്ങളുമായി പ്രാപ്യത്തെയൊക്കെ ആയിട്ട് നമ്മുടെ നാട്ടിലുള്ള നമുക്കൊക്കെ ബന്ധങ്ങളുണ്ട്. പക്ഷെ അസീസ് ഖാന്റെ 2 മക്കളാണ് ഷാനവാസ്കിയും ഷെവിത്താത്തയും. ഇവർ രണ്ടാളും അവരുടെ ബാല്യകാലം അവര് മദ്രാസിലാണ്. പിന്നെ ജോലിയുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാടുമായിട്ടുള്ള ബന്ധം കുറവായിരുന്നു. വിരലിൽ എണ്ണാവുന്ന ദിവസങ്ങളിൽ നമ്മുടെ നാട്ടിൽ നിന്നുപോയ ആളുകളാണ്. നമുക്കൊന്നും വലിയ വ്യക്തിബന്ധമുള്ള ആളുകളൊന്നുമല്ല. പക്ഷെ അസീസ് ഖാന്റെ വിയോഗത്തിന്റെ അന്ന് രാത്രി ഞങ്ങൾ ചെന്ന് ആ കുടുംബമൊക്കെ സംസാരിച്ചു. ആ രീതിയിൽ നമ്മൾ അസീസ് ഖാന്റെ
ഈ ഒരു നാമത്തെ നമ്മുടെ പ്രദേശത്ത് എന്നും നമ്മുടെ സമൂഹത്തിന് നിലനിൽക്കേണ്ടതായിട്ടുണ്ട്. നമുക്കറിയാം, ഇന്ന് നമ്മുടെ സമൂഹത്തിൽ വലിയ വിദ്യാഭ്യാസമുള്ള ഒരാളെടുത്ത് നമ്മളൊരു സംശയം തീർക്കാൻ ചെന്നാൽ അവർക്ക് അതൊരു അരാസായിട്ടാണ് തോന്നാറുള്ളത്. പക്ഷെ ഞങ്ങളൊക്കെ പല കാര്യത്തിനും ഏത് സമയത്തും കയറി ചെല്ലുന്ന ഒരു വീടായിരുന്നു അസീസ് ഖാനത്. മുപ്പതിന് വളരെ എൻജോയ് ചെയ്തിട്ടാണ് നമുക്ക് ആ കാര്യങ്ങൾ ചെയ്തു തരാറുള്ളത്. മക്കളും മരുവാൻ അബുക്ക അവിടെ ഉണ്ട്. അവരൊക്കെ നമ്മളോട് അന്നെടുത്തൊരു സമീപനമുണ്ട്. അവരുടെ ഭാഗത്തു നിന്നുണ്ടായ ഒരു നിർദ്ദേശത്തിന്റെ ഭാഗമായാണ് അവരുടെ കൈവശത്തിലുള്ള ഭൂമി ഷിഹാബ് റിലീഫ് സെന്ററിന്റെ ഈ രീതിയിലുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടി കെട്ടിടം നിർമ്മിക്കാൻ ഞങ്ങൾ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്ത് തരാം എന്ന് പറഞ്ഞു. അങ്ങനെ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചു. അതിന്റെ പ്രവൃത്തിയുമായി നമ്മൾ മുന്നോട്ട് പോകുന്ന സമയത്തും സാമ്പത്തികമായും ആ കുടുംബം നമ്മളെ വലിയ രീതിയിൽ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു പ്രദേശത്തുകാരുടെ ഒരു സ്വപ്നം പൂവണിയുന്നത്. നമുക്കറിയാം, നമ്മുടെ ശിഹാബ് നാമധേയത്തിലാണ് ആ സ്ഥാപനം അവിടെ നിലനിൽക്കുന്നത്. ശിഹാബ് ഈ കേരള സമൂഹത്തിന്റെ മുന്നിൽ അവതരിപ്പിക്കാൻ ഞാൻ ആളല്ല. നമ്മുടെയൊക്കെ മനസ്സിനുള്ളിൽ നമുക്കറിയാം ശിഹാബ് എന്തായിരുന്നു. ആ നാമധേയത്തില് ഈ സമൂഹത്തിലെ ഏറ്റവും നല്ല ജനങ്ങൾക്ക് സേവനം ചെയ്യുന്ന ഒരു സ്ഥാപനമായി നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട്. നമുക്കറിയാം, റിലീഫ് സംവിധാനം എന്ന് പറയുന്നത് ഒരു പാർട്ടി ഓഫീസിന്റെ ആരംഭം കുറിക്കുന്ന പോലെയല്ല. ആ സ്ഥാപനത്തിന്റെ ഓരോ വ്യക്തിയുടെയും, നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുന്ന ഓരോ വ്യക്തിയുടെയും ആയുസ് തീരുന്നത് വരെ അവന്റെ ഉത്തരവാദിത്തമാണ്. പക്ഷെ അത് കഴിഞ്ഞാൽ അടുത്ത തലമുറ ആ രീതിയിൽ നമ്മുടെ നാട്ടില് കഷ്ടത അനുഭവിക്കുന്നതിന്റെ കണ്ണീരൊപ്പി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകേണ്ട സ്ഥാപനമാണ്. കഴിഞ്ഞ കാലങ്ങളിൽ നമുക്ക് വലിയ ടാസ്ക് ആയിരുന്നു ആ ബിൽഡിങ്ങിന്റെ നിർമ്മാണം. പക്ഷെ ആ സമയത്തൊക്കെ സാധാരണക്കാര് തിങ്ങി നിൽക്കുന്ന ഈ പ്രദേശത്ത് നിന്ന് ഉദാരമായി വലിയ രീതിയിൽ എല്ലാവരുടെ ഭാഗത്തു നിന്നും പിന്തുണ ഉണ്ടായിട്ടുണ്ട്. സാമ്പത്തികമായി ഉണ്ടായതുണ്ട്, അതല്ലാത്ത രീതിയിൽ മാനുഷികവും ശാരീരികവുമായ പിന്തുണ ഉണ്ടായിട്ടുണ്ട്. അവരോടൊക്കെയുള്ള കടപ്പാട് കൂടി ഈ സന്ദർഭത്തിൽ അറിയിക്കുകയാണ്. അതേപോലെ തന്നെ മുന്നോട്ടുള്ള അവിടെ നടക്കുന്ന ജീവകാരുണ്യ പ്രവർത്തന കാര്യങ്ങളിലും നിങ്ങളുടെയൊക്കെ കഴിഞ്ഞ കാലങ്ങളിലുള്ള രീതിയിലുള്ള പിന്തുണയും സഹായങ്ങളും നിർദ്ദേശങ്ങളും ഈ കമ്മിറ്റിക്ക് ഉണ്ടാവണമെന്ന് ആമുഖമായി നിങ്ങളുടെ മുമ്പിൽ ഇതിന്റെ ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ നിങ്ങളോട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ യോഗത്തിൽ എന്നിൽ അർപ്പിതമായ കർത്തവ്യം ഈ യോഗത്തിലേക്ക് സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ്. പത്നി നമ്മൾക്ക് റാബിയത്താത്തിന്റെ കുടുംബം, അതിലെല്ലാം അപ്പുറം അവരുടെ മകൻ ഷാനവാസ് ഖാൻ, നമുക്കറിയാം, മകളുമായി ബന്ധപ്പെട്ട ഒരു പഠനവുമായി ബന്ധപ്പെട്ട് എത്തിപ്പെടാൻ കഴിയാത്തൊരു സാഹചര്യത്തില് മകനെ അവിടെ നിന്ന് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി നമ്മുടെ ഒരു സഹോദരന്മാരെ, നമ്മുടെ ഇന്ന് ബഹുമാനപ്പെട്ട റഷീദ് അലി ശിഹാബ് തങ്ങൾ വഴിയിലാണ്. അദ്ദേഹം അല്പസമയത്തിനിടയിൽ ഇവിടെ എത്തിച്ചേരും. ഇവിടെ ഇന്ന് നമ്മളൊരു വെറും ഒരു ഓഫീസ് ഉദ്ഘാടനം മാത്രമല്ല, ഒരു കാരുണ്യത്തിന്റെ കേന്ദ്രമാണ് ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത്. നമുക്കറിയാം, വർഷങ്ങളായിട്ട്, എത്രയോ വർഷങ്ങൾക്ക് മുമ്പ്, 10, 50, 60 ഒക്കെ വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ 2 നേരമൊക്കെ ഭക്ഷണം ഇല്ലാത്ത കാലഘട്ടത്തിൽ കപ്പ വാങ്ങിക്കൊടുത്തുകൊണ്ട് ഇവിടുത്തെ പഴമക്കാർ നമ്മൾ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഇവിടെ റിലീഫ് പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. പിൻകാലത്ത് നമ്മളത് വിപുലീകരിച്ച് വീടുകൾ നിർമ്മിച്ച് നൽകാൻ കഴിഞ്ഞു. ഒട്ടനവധി ചികിത്സാ സഹായങ്ങള്, അതുപോലെ തന്നെ രോഗികൾക്കുള്ള മറ്റ് സാമഗ്രികള്, അതുപോലെ തന്നെ നമ്മുടെ ഒട്ടനവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നൽകാൻ കഴിഞ്ഞു. സംസ്ഥാന മുസ്ലിം ലീഗ് കമ്മിറ്റി ബൈത്തുർ റഹ്മ പ്രഖ്യാപനത്തിന് ശേഷം ആദ്യമായിട്ടുള്ള ബൈത്തുർ റഹ്മ നമ്മുടെ മായനാടാണ്. നമ്മുടെ ബഹുമാന്യനായ ഹൈദരലി ശിഹാബ് തങ്ങൾ അദ്ദേഹമാണ് കൈമാറിയിരുന്നത്. പിന്നീട് 2 വീടുകൾ നിർമ്മിച്ചു നൽകി. അങ്ങനെ ഒട്ടനവധി ജീവകാരുണ്യ പ്രവർത്തനം നടത്തിക്കൊണ്ടാണ് റിലീഫ് സെന്റർ മുന്നോട്ട് വന്നത്. എന്നാൽ അതിന് ഒരു ആസ്ഥാന മന്ദിരം ഇല്ലാത്തത് ഏറെ പ്രയാസപ്പെട്ടിരുന്നു. നമുക്കറിയാം, നമ്മളെ അസീസ് സാഹിബ്, അദ്ദേഹം തമിഴ്നാട് ഗവൺമെന്റിന്റെയും ഡൽഹി ഗവൺമെന്റിന്റെയും ഉന്നത പദവിയിലിരുന്നു. അദ്ദേഹം ഉന്നത പദവിയിലിരുന്ന് റിട്ടയർമെന്റിന് ശേഷം നമുക്കറിയാം, കോഴിക്കോട് മെഡിക്കൽ കോളേജ് CH സെന്റർ ആയിരക്കണക്കിന് രോഗികൾക്ക് അത്താണിയായ മരുന്നും ഭക്ഷണം ഡയാലിസും ഒട്ടനവധി സംവിധാനങ്ങൾ സൗജന്യമായി നൽകി വന്ന ആ പ്രസ്ഥാനത്തിന്റെ മഹത്വം മനസ്സിലാക്കി അദ്ദേഹം പിന്നീട് അവിടുത്തെ ഒരു ഉത്തരവാദിത്തപ്പെട്ട ജനറൽ മാനേജറായിട്ട് തുടർന്നു. അതിനിടയിൽ തന്നെ
ഈ വയനാട്ടെ ജീവകാരുണ്യ പ്രവർത്തനത്തിൽ നമുക്ക് വേണ്ട എല്ലാ സഹായ സഹകരണങ്ങളും തന്ന് ഞങ്ങളെ കൂടെ നിന്നു. ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അദ്ദേഹത്തിന്റെ ഭാര്യ റാബിദാദയും അതേപോലെ തന്നെ ഷെമിയും ഷാനവാസ്കായും അവരെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് 2 സെന്റ് സ്ഥലം ഇവിടെ നൽകുകയും അതിന് ഉദാരമതികളായിട്ടുള്ള ഈ നാട്ടിലും മറുനാട്ടിലുള്ള ഒട്ടനവധി ആളുകൾ നമുക്ക് സഹായിച്ചത് കൊണ്ട് നല്ലൊരു ആസ്ഥാന മന്ദിരം നമുക്ക് പണിത്തുറക്കാൻ കഴിഞ്ഞു. നമുക്കറിയാം, ഇന്ന് ഏറെ ഭക്ഷണത്തിനല്ല ഏറ്റവും കൂടുതൽ ജനങ്ങളെ പ്രയാസപ്പെടുന്നത് രോഗത്തിനാണ്. വളരെയധികം പ്രയാസപ്പെടുന്നത് ഇന്ന് രോഗത്തിലാണ്. നമുക്കറിയാം, പല അപകടങ്ങളിലും പെട്ട് നമ്മൾ മെഡിക്കൽ കോളേജിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മളോട് പലപ്പോഴും CH സെന്ററിന്റെ ഒരു പ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് പലപ്പോഴും ഡോക്ടർമാരെയൊക്കെ സംസാരിക്കാൻ നമ്മളൊക്കെ എമർജൻസി ഘട്ടങ്ങളിൽ അപകടങ്ങളിലും മറ്റുമൊക്കെ ചെന്ന് വിടുമ്പോൾ കയറി സംസാരിക്കുമ്പോൾ ഗുരുതരാവസ്ഥയിൽ അവർ പറയാറുണ്ട്, ദൈവത്തിനോട് പ്രാർത്ഥിച്ചോളൂ, അവസാനത്തെ അത്താണി ദൈവമാണ്, അള്ളാഹുവിന്റെ കാരുണ്യത്തിന് വേണ്ടിയാണ് ഈ സംഭാവനകളൊക്കെ അർപ്പിക്കുന്നത്. നമ്മളെ ബഹുമാന്യനായ റഷീദ് അലി, നമ്മൾ കാത്തു നിന്ന കേരള സമൂഹം ആദരിക്കുന്ന, ആദരവോടെ കാണുന്ന ബഹുമാനപ്പെട്ട പാണക്കാട് റഷീദ് അലി ശിഹാബ് തങ്ങൾ നമ്മളെ ഈ പരിപാടിയിലേക്ക് കടന്നിരുന്നു. അദ്ദേഹത്തെ ആദരപൂർവം ഈ പരിപാടിയിലേക്ക് ക്ഷണിക്കുകയാണ്. റഷീദ് അലി തങ്ങളെ ആദരവും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യാണ്. അതുകൊണ്ട് നമുക്ക് ഒട്ടനവധി ജീവകാരുണ്യങ്ങൾ ഭാവിയിലും നമുക്ക് തുടരേണ്ടതുണ്ട്. ഒരുപാട് രോഗികൾക്കുള്ള മരുന്നുകളും ഭക്ഷണങ്ങളും അതുപോലെ തന്നെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളും വീൽ ചെയറുകളും ഒരുപാട് കാരുണ്യ പ്രവർത്തകർ നമുക്ക് വേണ്ടി സംഭാവന ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ഈ പ്രസ്ഥാനത്തിന് നെഞ്ചോട് ചേർത്ത് പിടിച്ചിരുന്ന നമ്മളെ ഒരുപാട് ഭാരവാഹികൾ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ മരിച്ചു പോയിട്ടുണ്ട്. അവർക്കൊക്കെ സർവശക്തനായ നാഥൻ അർഹമായ പ്രതിഫലം നൽകി ഈ കാരുണ്യ പ്രവർത്തനത്തിന്റെ ഒരു പ്രതിഫലം അവർക്കും നൽകട്ടെ എന്ന് ഈ വേളയിൽ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഈ പരിപാടി ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട പാണക്കാട് റഷീദ് അലി ശിഹാബ് തങ്ങളെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുന്നു. നമ്മുടെ ശിഹാബ് തങ്ങൾ റിലീഫ് സെല്ലിന് വേണ്ടി നിർമ്മിച്ച ബിൽഡിങ്ങിന്റെ കെട്ടിടത്തിന്റെ ഔപചാരികമായ സമർപ്പണ വേദിയാണ് ഞാൻ ഇതിലേക്ക് നടത്തുന്നത്. പാവപ്പെട്ട നിരാലംബരായ നിർധനരായ ആളുകൾക്ക് വേണ്ടിയുള്ള കാരുണ്യ പ്രവർത്തനത്തിൽ ശാക്തകൾ കാണിച്ചു തന്ന മാതൃക നമുക്കെല്ലാവർക്കും പറ്റാവുന്നതും അവരെ ചേർത്ത് പിടിക്കണം. ധാരാളം രോഗികളായിട്ടുള്ള ആളുകൾ ഉണ്ടാവും, അതല്ലെങ്കിൽ പാവപ്പെട്ട ആളുകൾ രോഗിയാവണമെന്നില്ല, മറ്റുള്ള രീതിയിലും അവർ ജീവിതത്തിൽ നിന്ന് പിന്തള്ളപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്ന ആളുകൾ പല മേഖലകളിൽ പല തട്ടുകളിലായി അവർക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് അവർക്ക് കൈത്താങ്ങായിട്ട് പ്രവർത്തിച്ച മാതൃകാപരമായ ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയായിരുന്നു മഹാനായ പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ നാമധേയത്തിൽ നടക്കുന്ന റിലീഫ് സെല്ലിന്റെ ഇങ്ങനെ ഒരു സംവിധാനം വയനാട് ഒരുക്കിയതിൽ വളരെ സന്തോഷമുണ്ട്. പാവപ്പെട്ട ആളുകളെ ചേർത്ത് പിടിക്കാൻ ധാരാളം ആളുകൾ സാമ്പത്തികപരമായിട്ടും അതോടൊപ്പം തന്നെ അവരുടെ പ്രവർത്തനങ്ങളുടെ വാക്കുകൾ കൊണ്ടൊക്കെ നമുക്ക് ധാരാളം സഹായങ്ങൾ ലഭ്യമാക്കി അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു പദ്ധതി ഇവിടെ നടപ്പിലായിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ജാതി ഏതെന്നോ മതമേതെന്നോ ഒന്നും വ്യത്യാസമില്ലാതെ എല്ലാ ആളുകളെയും പരിഗണിച്ചുകൊണ്ട് അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് തത്വം തന്നെ. മഹാനായ ശിഹാബ് കാണിച്ചു തന്നതും ആ പ്രവർത്തനം തന്നെയാണ്. ജാതിയോ മതമോ രാഷ്ട്രീയമോ ഒന്നും നോക്കാതെ എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോയി. ആ ഒരു നിലപാട് നല്ല രീതിയിൽ നമുക്ക് നടപ്പിലാക്കിക്കൊണ്ട് പാവപ്പെട്ട രോഗികൾക്കും പാവപ്പെട്ട നിരാലംബരായ നിർധനരായ അവശത അനുഭവിക്കുന്ന ജനവിഭാഗങ്ങൾക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്തുകൊണ്ട് ധാരാളം ആളുകൾ പ്രവർത്തകർ നമ്മുടെ മുന്നിലുണ്ട്.
ഈ നാട്ടിലും മറുനാട്ടിലുമുള്ള ആളുകളുടെയൊക്കെ സാമ്പത്തിക സഹായങ്ങൾ കൊണ്ട് അവരുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് നമുക്ക് നല്ല രീതിയിലുള്ള പ്രവർത്തനം നമ്മുടെ നാട്ടിലുള്ള ആളുകൾക്ക് വേണ്ടി ചെയ്യാൻ സാധിക്കുന്നു. ഉദാഹരണത്തിന് CS സെന്ററിന്റെ പോലെയുള്ള പ്രവർത്തനങ്ങൾ ധാരാളം ആളുകൾക്ക് നമുക്ക് ചെയ്തു കൊടുക്കാൻ കഴിയുന്നുണ്ട്. സംസ്ഥാനത്തിന്റെ വിവിധ മേഖലകളിലായിട്ട് വിവിധ രീതികളിലുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണ് മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. മുസ്ലിം ലീഗ് വെറും ഒരു രാഷ്ട്രീയ പ്രവർത്തനം മാത്രം നടത്തുന്ന സംഘടനകളില്ല. അതോടൊപ്പം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് നല്ല രീതിയിൽ എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന പ്രവർത്തനമാണ് കാഴ്ചവെക്കുന്നത്. തുടർന്നുള്ള പ്രവർത്തനത്തിൽ നിങ്ങളും നിങ്ങളുടെ കൂടിയ ആളുകളെ ബന്ധപ്പെട്ട ആളുകളൊക്കെ ഇതിനു വേണ്ടുന്ന പ്രവർത്തനത്തിൽ അവരുടെ വാക്കുകൾ കൊണ്ട് അവരുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് നമുക്ക് അത് ഉപകാരപ്പെടണം. ആ രീതിയിൽ നമ്മുടെ സംവിധാനത്തെ സജ്ജീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം. നിങ്ങളെല്ലാവരും നല്ല രീതിയിൽ കഴിഞ്ഞ കാലങ്ങളിലുള്ള പ്രവർത്തനങ്ങൾ വളരെ അഭിനന്ദനം അറിയിക്കുന്ന പ്രവർത്തനങ്ങളാണ് കാഴ്ചവെച്ചത്. എല്ലാ രീതിയിലും സർവശക്തൻ അനുഗ്രഹിക്കട്ടെ, അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഈ പരിപാടി ഔപചാരികമായി അള്ളാഹുവിന്റെ തിരുനാമത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന തിരുവാക്യം ഉച്ചരിച്ച് ഇവിടെ നിർമ്മിച്ച് പ്രഖ്യാപിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കോഴിക്കോടിന്റെ പ്രിയങ്കരനായ നേതാവ്, ഡോക്ടർ, ജനപ്രതിനിധി, എഴുത്തുകാരൻ, പ്രഭാഷകൻ എന്നീ നിലകളിൽ ശ്രദ്ധേയൻ. കേരള രാഷ്ട്രീയത്തിലെ സൗമ്യ ശബ്ദങ്ങളിൽ ഒരാൾ. വിദ്യാഭ്യാസം, ആരോഗ്യം, സാമൂഹിക ക്ഷേമം എന്നീ മേഖലകളിൽ ശ്രദ്ധേയമായ ഇടപെടലുകൾ നടത്തിയ നേതാവ്. ലാളിത്യവും വിലയും കൊണ്ട് ജനഹൃദയങ്ങളിൽ ഇടം നേടിയ പൊതുപ്രവർത്തകൻ, CHന്റെ പുത്രൻ ഡോക്ടർ MK മുനീർ സാഹിബിനെ ശിഹാബ് തങ്ങളുടെ യൂത്ത് സെന്റർ അബ്ദുൽ അസീസ് മെമ്മോറിയൽ ബിൽഡിംഗിന്റെ ഉദ്ഘാടന ചടങ്ങിന് മുഖ്യ പ്രഭാഷണം നടത്തുന്നതിന് വേണ്ടി വിനയത്തോടെ സ്വാഗതം ചെയ്യുന്നു. സ്നേഹമുള്ള അധ്യക്ഷൻ സഫ അലവി ഹാജി അവരുടെ, പ്രിയപ്പെട്ട സിദ്ദീഖ് മായനാട്, ഈ റിലീഫ് സെന്ററിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച പാണക്കാട് സയ്യിദ് റഷീദ് അലി ശിഹാബ് തങ്ങൾ അവരുടെ, പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് ജയന്ത്, TT ഇസ്മായിൽ, ലേറ്റിൽ ഇബ്രാഹിം സാഹിബ്, CP ചെറിയ മുഹമ്മദ്, വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന മറ്റ് വിശിഷ്ട വ്യക്തികളെ, പ്രിയ സഹോദരിമാരെ, സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമുക്കൊക്കെ ഏറ്റവും പ്രിയപ്പെട്ട സയ്യിദ് റഷീദ് അലി ശിഹാബ് തങ്ങൾ നമ്മളൊക്കെ മനസ്സിൽ ഇന്നും സ്നേഹമസൃണമായി സൂക്ഷിക്കുന്ന നാമത്തിൻ്റെ ഉടമയായ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ പേരിലുള്ള റിലീഫ് സെന്റർ ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടു കഴിഞ്ഞു. സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഒഴിഞ്ഞുവെച്ച ആളായിരുന്നു. അദ്ദേഹം ഒരു രാഷ്ട്രീയ നേതൃത്വം, അതിൻ്റെ പ്രസ്ഥാനത്തിൻ്റെ തലപ്പത്തിരുന്നുകൊണ്ട് അതിൻ്റെ അമരക്കാരനായി പ്രവർത്തിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ സിംഹഭാഗവും കാരുണ്യ പ്രവർത്തനത്തിന് വേണ്ടി അദ്ദേഹം മാറ്റിവെച്ചിരുന്നു. തൻ്റെ കൊടപ്പനക്കൽ തറവാട്ടിലെത്തുന്ന ഏറ്റവും സാധാരണക്കാരായിട്ടുള്ള ഏറ്റവും പാവപ്പെട്ട ജനവിഭാഗത്തിൻ്റെ വേദനകൾ അദ്ദേഹം തൻ്റെ നെഞ്ചിലേക്ക് ഏറ്റെടുക്കുകയും അവരെ ചേർത്ത് പിടിക്കുകയും അവരുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്ത വ്യക്തിയാണ്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ നാമധേയത്തിൽ ഒരു റിലീഫ് സെന്റർ മായനാട് വരുന്നു എന്ന് പറയുന്നത് തീർച്ചയായും ആ പേര് ആ സെന്ററിന് അത്രമാത്രം
യോജിച്ചതും അനുയോജ്യവുമാണ് എന്ന് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ സഭ അലവി ഹജിയും അതുപോലെ തന്നെ സിദ്ദീഖുമൊക്കെ നേതൃത്വം കൊടുത്തുകൊണ്ട് ഈ പ്രദേശത്തുള്ള ഏറ്റവും പാവപ്പെട്ടവരായ അശരണരായിട്ടുള്ള ആളുകൾക്ക് ആ റിലീഫ് നൽകുന്നതിന് ഈ സെന്റർ സഹായകമാകും. വീൽ ചെയർ വേണ്ടവർക്ക് വീൽ ചെയർ എത്തിച്ചു കൊടുക്കുക, വാട്ടർ ബെഡ് വേണ്ടവർക്ക് വാട്ടർ ബെഡ് എത്തിച്ചു കൊടുക്കുക. അങ്ങനെ കിടപ്പ് രോഗികളായിട്ടുള്ള അതേപോലെ അംഗപരിമിതരായിട്ടുള്ള ആളുകൾക്ക് ഒരു തുണയായി നിൽക്കുന്ന ഒരു പ്രസ്ഥാനമാക്കി ഇതിനെ വളർത്തിയെടുത്തിരിക്കുന്നു എന്നുള്ളത് ശ്ലാഘനീയമായ കാര്യമാണ്. ഇന്ന് നമ്മൾ അസീസ് സാഹിബിനെയും ഓർക്കുകയാണ്. സി അബ്ദുൽ അസീസ് സാഹിബ്, അദ്ദേഹം 4 വർഷമായി നമ്മെ വിട്ടു പിരിഞ്ഞിട്ട്. അദ്ദേഹം CH സെൻ്ററിൻ്റെയൊക്കെ മാനേജറായി പ്രവർത്തിച്ചിരുന്ന വ്യക്തിയാണ്, വയനാട്ടുകാരനാണ്. ഈ ഒരു സ്ഥാപനം വരുന്നതിൽ അദ്ദേഹവും ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കുടുംബവും ചെയ്തുകൊണ്ടിരിക്കുന്ന സൽപ്രവർത്തികൾക്കും സർവശക്തനായ നാഥൻ്റെ കരുണാകടാക്ഷങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാൻ ഈ സമയം വിനിയോഗിക്കുകയാണ്. ദീർഘമായൊരു പ്രസംഗത്തിൻ്റെ ഒന്നും പ്രസക്തി ഇവിടെയില്ല. ഇവിടെ പ്രസംഗത്തെക്കാൾ കർമ്മം നിർവഹിക്കുക എന്നുള്ളതിനാണ് പ്രാധാന്യം എന്നുള്ളത് കൊണ്ട് നമ്മൾ ഏറ്റവും ബഹുമാനിക്കുന്ന റഷീദ് അലി ശിഹാബ് തങ്ങൾ, പണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ സഹോദരനായിരുന്നു ഉമർ അലി ശിഹാബ് തങ്ങൾ. ഉമർ അലി ശിഹാബ് തങ്ങളുടെ സീമന്ത പുത്രനാണ് റഷീദ് അലി ശിഹാബ് തങ്ങൾ. ഉമർ അലി ശിഹാബ് തങ്ങളെയും ഞാൻ ഈ തരുണത്തിൽ ഓർക്കുകയാണ്. ഉമർ അലി ശിഹാബ് തങ്ങളും ആ കൊടപ്പനക്കിൽ എന്തെങ്കിലും ഒരു പരിപാടിയോ ചടങ്ങോ ഉണ്ടെങ്കിൽ അവിടുത്തെ കാര്യകർത്താവ്, അവിടെ വരുന്നവർക്ക് ഭക്ഷണം ലഭിച്ചോ എന്ന് നോക്കുന്നത്, അവർക്ക് ആവശ്യമായിട്ടുള്ള ഒത്താശകൾ ചെയ്തു കൊടുക്കുന്ന ഒരാളായിരുന്നു ഉമർ അലി ശിഹാബ് തങ്ങൾ. അദ്ദേഹത്തിൻ്റെ പുത്രനാണ് റഷീദ് അലി ശിഹാബ് തങ്ങൾ. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ എന്തുകൊണ്ടും അദ്ദേഹം ഇന്ന് നമുക്ക് ലഭിച്ചതിൽ ഇന്ന് സാദിഖ് അലി ശിഹാബ് തങ്ങളായിരുന്നു ഇത് ഉദ്ഘാടനം ചെയ്യേണ്ടത്. അദ്ദേഹത്തിന് മറ്റേതൊരു പരിപാടിയിൽ പങ്കെടുക്കാനുള്ളത് കൊണ്ട് അദ്ദേഹം നിയോഗിച്ചതനുസരിച്ചിട്ടാണ് റഷീദ് അലി ശിഹാബ് തങ്ങൾ നമുക്ക് വന്ന് ഈ ഉദ്ഘാടനം നിർവഹിച്ചു തന്നിട്ടുള്ളത്. അതിനുള്ള നന്ദി ഈ സെന്ററിന് വേണ്ടി ഞാൻ കൂടി അദ്ദേഹത്തിന് അറിയിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് സർവ്വ ആശംസകളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. സാമൂഹിക പ്രതിബദ്ധതക്കും ജനസേവനത്തിനും വേദിയിലുണ്ട്. ബഹുമാന്യനായ റഷീദ് അലി തങ്ങൾക്ക് മലപ്പുറത്തേക്ക് പരിപാടിക്ക് പോകാനുണ്ട്. അതുകൊണ്ട് ഇനി ഇവിടെ പ്രസംഗത്തിന് പ്രസക്തിയില്ല. നമ്മുടെ മനസ്സിനകത്ത് ഇന്നും ഒരു പനനീർ പുഷ്പത്തിന്റെ നൗർമല്യത്തോടുകൂടി നമ്മൾ സൂക്ഷിക്കുന്ന മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ പേരിലാണ് ഈ സെന്റർ ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത്. നാളെ കാലം ആരായിരുന്നു മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ചോദിച്ചാൽ ഈ കേരളത്തിലുള്ള മുഴുവൻ മനുഷ്യരെയും ഒരുപോലെ ചേർത്ത് പിടിക്കുന്നതിനു വേണ്ടി ഏറ്റവും പരിശ്രമിച്ച മനുഷ്യരാര് എന്ന് ചോദിച്ചാൽ ഒരു ഉത്തരമേ ഉണ്ടാകുകയുള്ളൂ. ഈ നാടിന്റെ മതേതരത്വത്തിന് വേണ്ടി ഏതറ്റം വരെ വിട്ടുവീഴ്ച ചെയ്യുവാൻ തയ്യാറായിട്ടുള്ള മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ. അദ്ദേഹത്തിന്റെ നാമധേയത്തിൽ ഇവിടെ വരുന്ന ഈ സെന്റർ ഈ നാട്ടിലുള്ള എല്ലാ മനുഷ്യരുടെയും ആശ്രയ കേന്ദ്രമായി, അവരുടെ പ്രതീക്ഷകൾക്ക്, അവരുടെ സങ്കടങ്ങൾക്ക് പരിഹാരം തേടുന്ന ഇടമായി മാറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നമസ്കാരം. അധ്യക്ഷൻ റിലീഫ് സെന്റർ തുടങ്ങുകയാണ്. നേരത്തെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ സംഘത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് ഒന്നുകൂടി ചിട്ടയും കേന്ദ്രീകരണം ഈ ഓഫീസിലൂടെ വരികയാണ്. നമുക്കൊക്കെ ആദരണീയനായ സി അബ്ദുൽ അസീസ് സാറിന്റെ വലിയ സ്മരണയിലാണ് ഈ ഒരു സ്ഥാപനം ആരംഭിക്കുന്നത്. അദ്ദേഹത്തിന്റെ കുടുംബത്തോടുള്ള കടപ്പാട് അറിയിച്ചുകൊണ്ട് എന്നും എക്കാലത്തും പാർട്ടിക്കും സംഘടനക്കും ഉജ്ജ്വലമായ സംഘാടനത്തിലൂടെ സാമൂഹ്യ കാരുണ്യ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ മുന്നേറിയിട്ടുള്ള വയനാട് പാർട്ടിക്കും ഈ സെന്ററിനും എല്ലാവിധ ആശംസകളും നേരുന്നു.
റിലീഫ് സെന്റർ തുടങ്ങുകയാണ്. നേരത്തെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ സംഘത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് ഒന്നുകൂടി ചിട്ടയും കേന്ദ്രീകരണം ഈ ഓഫീസിലൂടെ വരികയാണ്. നമുക്കൊക്കെ ആദരണീയനായ സി അബ്ദുൽ അസീസ് സാറിന്റെ വലിയ സ്മരണയിലാണ് ഈ ഒരു സ്ഥാപനം ആരംഭിക്കുന്നത്. അദ്ദേഹത്തിന്റെ കുടുംബത്തോടുള്ള കടപ്പാട് അറിയിച്ചുകൊണ്ട് എന്നും എക്കാലത്തും പാർട്ടിക്കും സംഘടനക്കും ഉജ്ജ്വലമായ സംഘാടനത്തിലൂടെ സാമൂഹ്യ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ മുന്നേറിയിട്ടുള്ള വയനാട് പാർട്ടിക്കും ഈ സെന്ററിനും എല്ലാവിധ ആശംസകളും നേരുന്നു. ഒരു വ്യാഴക്കാരൻ മായനാടിന്റെ കാര്യം ശിഹാബ്ദങ്ങൾ ഒഴിച്ചു കൂടാനാവാത്ത ഒരു കാരുണ്യ ഭവനം തന്നെയാണ്. ഒരു നിമിഷം തന്റെ ജനതയ്ക്ക് വേണ്ടി പ്രവർത്തിച്ച മഹാമനീഷി ശ്രീ അബ്ദുൽ അസീസ് സാഹിബിന്റെ വിയോഗത്തോടുകൂടി അദ്ദേഹത്തിന്റെ കുടുംബം ശിഹാബ്ദങ്ങൾ റിലീഫ് സെന്ററിന് കൈമാറിയ സ്ഥലത്ത് സൗന്ദര്യത്തോടുകൂടിയുള്ള ഇരുനില കെട്ടിടം പണിയുമ്പോൾ അതിന്റെ ഒരു കുടുംബം ഈ സേവന രംഗത്ത് നിറഞ്ഞു നിന്നു എന്നുള്ളതിന്റെ ഏറ്റവും ആധികാരികമായ തെളിവും പിന്നീട് പുതിയ തലമുറയിലേക്കുള്ള ഏറ്റവും വലിയ ബോധ്യപ്പെടുത്തലുമായിട്ടാണ് ഇന്ന് മഹാനായ തങ്ങൾ ഈ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിക്കുന്നത്. ഇത് എണ്ണമറ്റ സെന്ററുകളുടെ ശിഹാബ് തങ്ങളുടെ പേരിലും മഹാനായ CHന്റെ പേരിലുള്ള എണ്ണമറ്റ സെന്ററുകൾ, എണ്ണമറ്റ എന്ന് ഞാൻ പറയുന്നത് എണ്ണിത്തിട്ടപ്പെടുത്താൻ പറ്റാത്ത ശിഹാബ് തങ്ങളുടെ പേരിലുള്ള സെന്ററുകളുടെ ഏറ്റവും നല്ല ഈ പ്രദേശത്തിന്റെ വെളിച്ചമായി നിൽക്കുന്ന ഒരു റിലീഫ് സെന്ററാണ്. ഇവിടെ എല്ലാവർക്കും, കേരളീയർക്കും കേരളത്തിന് പുറത്തും ലോകത്താകെ തലയുയർത്തി പിടിച്ചു നിന്ന മഹാനായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ പേരിൽ ഇത്തരത്തിലൊരു സെന്റർ ഇവിടെ നിലവിൽ വരുന്നത്. ഇത് വിഭാഗീയതകളില്ലാതെ ഒരു ഭേദവും കൂടാതെ ഏറ്റവും മാന്യമായി ജനങ്ങൾക്ക് വേണ്ടി തുറന്നു നോക്കപ്പെടുന്ന ഒരു കേന്ദ്രമാകും ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന ഓരോ ശിഹാബ് തങ്ങൾ സെന്ററുകളും ഓരോ CH സെന്ററുകളും. നമ്മുടെ ഈ വയനാടുള്ള ആളുകളുടെ അനുഭവം, നമ്മൾ ഈ CH സെന്ററിന്റെ അയൽപക്കക്കാരനാണ്, നമ്മളുടെ അനുഭവങ്ങൾ അതാണ്. തീർച്ചയായിട്ടും ഈ മേഖലയിൽ പ്രവർത്തിച്ച, ഈ സെന്ററിന് വേണ്ടി പ്രവർത്തിച്ച ഇവിടെയുള്ള ഓരോ നേതാക്കന്മാർക്കും പ്രവർത്തകർക്കും സർവശക്തനായ നാഥൻ അതിന് പ്രതിഫലം നൽകട്ടെ. എന്നും ഇവിടുത്തെ അശരണർക്ക് ശരണമായി നിൽക്കാൻ ശിഹാബ് തങ്ങൾ റിലീഫ് സെന്ററിന് കഴിയട്ടെ എന്ന് കോഴിക്കോട് ജില്ലാ മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ പേരിൽ അഭിവാദ്യങ്ങളും ആശംസകളും അറിയിച്ചു ഞാൻ നിർത്തുന്നു. അടുത്തതായിട്ട് അലവക്ക, നല്ല വാക്കുകൾക്ക് വളരെ നന്ദി. അത്രയൊക്കെ ഉണ്ടോ എന്നറിയില്ല. എന്തായാലും ഈ ഒരു വേളയിൽ നീണ്ട പ്രസംഗത്തിനൊന്നും മുതിരുന്നില്ല. CH സെന്ററിന്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളെ കുറിച്ച് വളരെ നന്നായിട്ട് അറിയാവുന്ന ഒരാളാണ് ഞാൻ. കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ മെഡിക്കൽ കോളേജിന് എന്ത് ആവശ്യം വന്നു കഴിഞ്ഞാലും നമുക്ക് CH സെന്റർ ഒരു താങ്ങായിട്ടുണ്ട്. അതിന് ഏറ്റവും കൂടുതൽ ബെനിഫിഷ്യറി ആയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റാണ് എൻ്റെ ഡിപ്പാർട്ട്മെന്റ്. അത് കാരണം 2014 ഒരു തിയേറ്റർ വരെ CH സെന്റർ ഞങ്ങൾക്ക് പണി കഴിപ്പിച്ച് തന്നിട്ടുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് അതിന് എത്രയെങ്കിലും ആയിരക്കണക്കിന് രോഗികൾ ആ തിയേറ്ററിൽ ഓപ്പറേഷൻ ചെയ്ത് ശരിയായി പോയിട്ടുമുണ്ട്. അപ്പൊ അതിന് മാത്രമല്ല, അതോടൊപ്പം തന്നെ പല കാര്യങ്ങളും, ഉപകരണങ്ങളും, ഓപ്പറേഷൻ ആവശ്യമുള്ള ഉപകരണങ്ങളും, അല്ലാതെ നിങ്ങൾക്ക് അറിയുന്ന രീതിയിലുള്ള വീൽ ചെയർ സർവീസ്, ഡയാലിസിസ്, ഡയഗ്നോസ്റ്റിക്, ഫുഡ് ആൻഡ് അക്കോമഡേഷൻ, ഫ്രീ ഫുഡ്, ഹെൽത്ത് എഡ്യൂക്കേഷൻ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ CH സെന്റർ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇനിയും ഈ സംരംഭം തന്നെ ഒരു ചാരിറ്റി സംരംഭമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇതുപോലുള്ള ജീവൻകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ഇനിയും CH സെന്ററിന് ഒരുപാട് കാര്യങ്ങൾ മുന്നോട്ട് ചെയ്യാനാകട്ടെ എന്ന് മാത്രമേ എനിക്ക് ആശംസിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തുകൊണ്ടും ഈ പ്രവർത്തനത്തിനും ഇനിയുള്ള പ്രവർത്തനത്തിനും എല്ലാ കാര്യങ്ങൾക്കും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഈ മനോഹരമായ ഓഫീസ് സി അബ്ദുൽ അസീസ് സാഹിബിന്റെ പേരിൽ ഇവിടെ ഇന്ന് കൈമാറിയിരിക്കുകയാണ്.
ഒരൊറ്റ കാര്യം മാത്രം സൂചിപ്പിക്കുകയാണ്. മഹാനായ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ പേരിൽ ഒരു ദിവസം ഒരു പുണ്യപ്രവൃത്തിയെങ്കിലും നടക്കാതെ ശിഹാബ് തങ്ങളുടെ വേർപാടിന് ശേഷം ഒരു ദിവസം പോലും കടന്നുപോയിട്ടില്ല. കുടിവെള്ള പദ്ധതികളായി, വൈത്തുറഹ്മകളായി, ആശ്വാസ കേന്ദ്രങ്ങളായി തുടങ്ങി വെച്ചിട്ടുള്ള പദ്ധതികൾ ഓരോ നാടുകളിലും അപങ്കുരം തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ വയനാട് ശിഹാബ് തങ്ങളുടെ റിലീഫ് സെന്ററും അത്തരത്തിലുള്ള ഒരു ജീവകാരുണ്യ കേന്ദ്രമായി മാറട്ടെ. ഇനിയും കൂടുതൽ ഊർജ്ജസ്വലമായി പ്രവർത്തിക്കാനാകട്ടെ. അസ്സലാമു അലൈക്കും. ഖുർആൻ വാക്യത്തോടു കൂടി ശിഹാബ് തങ്ങൾ റിലീഫ് സെന്റർ റിപ്പോർട്ട് സമർപ്പിക്കുകയാണ്. വയനാട്ടെ മുസ്ലിം ലീഗിന്റെ റിലീഫ് പ്രവർത്തനങ്ങൾക്ക് പതിറ്റാണ്ടുകളുടെ ചരിത്രം പറയാനുണ്ട്. ഇന്ന് സൗകര്യങ്ങളും വിഭവങ്ങളും ലഭ്യമായ കാലമാണ്. എന്നാൽ നമ്മുടെ പ്രവർത്തനങ്ങളുടെ തുടക്കം അതല്ലായിരുന്നു. സാമ്പത്തികമായി ഏറെ പ്രയാസം നേരിടുന്ന കാലത്ത് വിഭവങ്ങൾ വളരെ പരിമിതമായ സാഹചര്യത്തിൽ പോലും നമ്മുടെ മുൻഗാമികൾ സേവനത്തിന്റെ പാത ഉപേക്ഷിച്ചില്ല. അന്നത്തെ കാലത്ത് വലിയങ്ങാടിൽ നിന്നും റാണിയിൽ പൂള കൊണ്ടുവന്ന് മായനാട്ടെയും പരിസര പ്രദേശങ്ങളിലെയും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങൾക്ക് വിതരണം ചെയ്തുകൊണ്ടാണ് നമ്മുടെ റിലീഫ് പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത്. ആ ചെറിയ സേവനമാണ് പിന്നീട് വലിയ മനുഷ്യ സ്നേഹത്തിന്റെ പ്രസ്ഥാനമായി വളർന്നത്. കാലം മുന്നോട്ട് പോയപ്പോൾ നമ്മുടെ സേവന മേഖലയും വിപുലമായി. ചികിത്സക്കായി ബുദ്ധിമുട്ടുന്ന നിർധന രോഗികൾക്ക് സാമ്പത്തികമായി സഹായം നൽകുക, ആവശ്യമായ മെഡിക്കൽ ഉപകരണങ്ങൾ, വീൽചെയർ, വാക്കർ, ആശുപത്രി ബെഡ്, ഓക്സിജൻ അനുബന്ധ ഉപകരണങ്ങൾ തുടങ്ങിയവ നൽകുക, ചികിത്സാ ചെലവുകൾ ഏറ്റെടുക്കുക എന്നീ പ്രവർത്തനങ്ങൾ നിരന്തരം നടത്തി വരികയാണ്. അതോടൊപ്പം സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുടുംബങ്ങൾക്ക് വിവാഹ ധനസഹായം നൽകി നിരവധി കുടുംബങ്ങളുടെ മുഖത്ത് സന്തോഷം വിരിയിക്കാൻ ഈ കമ്മിറ്റിക്ക് സാധിച്ചിട്ടുണ്ട്. ഭവനമില്ലാത്ത നിർധന കുടുംബങ്ങൾക്ക് അഭയകേന്ദ്രം ഒരുക്കുക എന്ന ലക്ഷ്യത്തോട് ശിഹാബ് തങ്ങളുടെ നാമത്തിൽ 2 ബൈത്തുർ റഹ്മ വീടുകൾ നിർമ്മിച്ച് അർഹരായ കുടുംബങ്ങൾക്ക് കൈമാറാൻ നമ്മുടെ കമ്മിറ്റിക്ക് സാധിച്ചിട്ടുണ്ട്. വിദ്യാഭ്യാസ മേഖലയിലും നമ്മുടെ ഇടപെടലുകൾ ശ്രദ്ധേയമാണ്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ സ്കോളർഷിപ്പുകൾ നൽകുക, പഠനോപകരണ വിതരണം ചെയ്യുക, ആവശ്യമായ വിദ്യാഭ്യാസ സഹായങ്ങൾ എത്തിച്ചു നൽകുക എന്നീ പ്രവർത്തനങ്ങൾ വർഷങ്ങളായി തുടരുന്നു. വിദ്യാഭ്യാസമാണ് സമൂഹത്തിന്റെ പുരോഗതിയുടെ അടിത്തറ എന്ന വിശ്വാസത്തോടെയാണ് ഈ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടായപ്പോഴും അപ്രതീക്ഷ ദുരിതങ്ങൾ നേരിട്ടപ്പോഴും രോഗവ്യാപന കാലഘട്ടങ്ങളിലും അപകടങ്ങളിൽപ്പെട്ട കുടുംബങ്ങളെ സഹായിക്കാനും സന്ദർഭങ്ങളിൽ ശിഹാബ് തങ്ങൾ റിലീഫ് സെന്റർ മുന്നിലുണ്ടായിരുന്നു. വർഷത്തിൽ റംസാൻ കിറ്റ്, ഓണക്കിറ്റ് വിതരണം തുടങ്ങിയ മുടങ്ങാതെ നടക്കുന്ന പ്രവർത്തനങ്ങളാണ്. സഹായം ആവശ്യമായിടത്തെല്ലാം മതവും രാഷ്ട്രീയവും നോക്കാതെ മനുഷ്യനെ മാത്രം കണ്ടാണ് നമ്മുടെ പ്രവർത്തനം നടന്നു പോകുന്നത്. പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ വേർപാടിന് ശേഷം ശിഹാബ് തങ്ങൾ റിലീഫ് സെന്റർ എന്ന നാമകരണം ചെയ്യുകയും സൊസൈറ്റി ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്യുകയും കണക്കുകളും കാര്യങ്ങളും കൃത്യമായി എല്ലാ വർഷവും ഓഡിറ്റ് ചെയ്ത് വരവ് ചെലവ് കണക്കുകൾ ബുക്ക്ലെറ്റായി പുറത്തിറക്കുകയും ചെയ്യാറുണ്ട്. സ്തുത്യർഹമായ പ്രവർത്തനങ്ങൾ നടക്കുമ്പോഴും പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുവാനും മെഡിക്കൽ ഉപകരണങ്ങൾ സൂക്ഷിക്കാനും സ്ഥല സൗകര്യം ഇല്ല എന്നുള്ളത് കമ്മിറ്റിക്ക് മുമ്പിൽ വലിയ പ്രയാസം തന്നെയായിരുന്നു. അപ്പോഴാണ് ചതുരംഗണ്ടിയിൽ മർഹൂം അബ്ദുൽ അസീസ് എന്നിവരുടെ കുടുംബം അദ്ദേഹത്തിന്റെ ഓർമ്മക്കായി വയനാട് പുത്തൂർ മീത്തലിൽ മെഡിക്കൽ കോളേജ് കാരന്തൂർ റോഡിനോട് ചേർന്ന് 2 സെന്റ് സ്ഥലം ശിഹാബ് തങ്ങൾ റിലീഫ് സെന്ററിന് നൽകുകയും ആ സ്ഥലത്ത് 1100 സ്ക്വയർ ഫീറ്റിൽ 2 നില കെട്ടിടം പണിതിരിക്കുകയാണ്. കെട്ടിടത്തിൽ ജനസേവന കേന്ദ്രം, ക്ലിനിക്, കൗൺസിലറുടെ ഓഫീസ്, മെഡിക്കൽ എയ്ഡ് സെന്റർ, വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ, കോച്ചിംഗ് ക്ലാസുകൾ എന്നിവയാണ് കമ്മിറ്റി നടത്താൻ ഉദ്ദേശിക്കുന്നത്. ഈ അവസരത്തിൽ ഒട്ടേറെ പേരോടുള്ള നന്ദി പറയേണ്ടതുണ്ട്. പ്രിയപ്പെട്ട അബ്ദുൽ അസീസ് സാഹിബിന്റെ കുടുംബം സ്ഥലം അനുവദിക്കുകയും ബിൽഡിംഗ് പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വലിയ സഹായങ്ങൾ നൽകുകയും ചെയ്തിരിക്കുന്നു. അത് കടപ്പാട് ഈ അവസരത്തിൽ ഓർമ്മിക്കുകയാണ്. അതോടൊപ്പം ജീവകാരുണ്യ പ്രവർത്തനത്തിന് അകമഴിഞ്ഞ സഹായം നൽകിയ ഒട്ടേറെ സന്മനസ്സുകൾക്ക് ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്നും നന്ദി അർപ്പിക്കുകയാണ്. 2 നിലകളിലായി പണി പൂർത്തീകരിച്ച കെട്ടിടത്തിന് 21 ലക്ഷം രൂപ പ്രവൃത്തിക്കായി ചെലവായിട്ടുണ്ട്. ഇന്ന് നാം ഉദ്ഘാടനം ചെയ്യുന്ന ഈ കെട്ടിടം വെറും കല്ലും സിമന്റും കൊണ്ട് മാത്രം നിർമ്മിച്ചതല്ല. അനേകം മനുഷ്യരുടെ പ്രാർത്ഥനയും പ്രതീക്ഷയും വിശ്വാസവും പങ്കുവച്ച ഒരു സേവന കേന്ദ്രമാണ്. സേവനം ഒരു ദിവസത്തേക്കുള്ളതല്ല, അത് ജീവിതകാലം മുഴുവൻ തുടരേണ്ട ഒരു ഉത്തരവാദിത്തമാണ്. ശിഹാബ് തങ്ങൾ ജീവിതത്തിലൂടെ കാണിച്ച കരുണയും സഹാനുഭൂതിയും മനുഷ്യ സ്നേഹവും നമ്മുടെ പ്രവർത്തനത്തിൽ പ്രചോദനമായി എന്നും നിലനിൽക്കും. ഈ പ്രവർത്തനങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിച്ച എല്ലാ മുൻകാല ഭാരവാഹി കമ്മിറ്റി അംഗങ്ങളെയും സുമനസ്സുകളെയും സന്നദ്ധ പ്രവർത്തകരെയും നിസ്വാർത്ഥ സേവനമാണ് നമ്മുടെ ഏറ്റവും വലിയ സമ്പത്ത്. അവരുടെ ആത്മാർത്ഥമായ പരിശ്രമങ്ങളെ ഇന്ന് നാം അഭിമാനത്തോടെ
നിലനിൽക്കുന്നത്. അവരുടെ ത്യാഗങ്ങളും അധ്വാനവും ഈ വേദിയിൽ നന്ദിയോടെ സ്മരിക്കുന്നു. ഈ സ്ഥാപനത്തിന്റെ വളർച്ചയിൽ പങ്കാളിയായ ഓരോ കൈകളെയും ആദരിക്കപ്പെടേണ്ടവയാണ്. ഈ സ്ഥാപനത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും സ്വീകരിക്കുകയും ഇതിനുവേണ്ടി പ്രയത്നിക്കുകയും അർഹമായ പ്രതിഫലം നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. വരും കാലങ്ങളിൽ ഒറ്റക്കെട്ടായി വേദനിക്കുന്നവന്റെ കണ്ണീരൊപ്പാൻ നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാൻ നാഥൻ തൗഫീഖ് നൽകട്ടെ. കോഴിക്കോട് CS കഴിഞ്ഞ 25 വർഷമായ സേവന രംഗത്ത് ഒരു മാതൃകയായി മുന്നോട്ടുപോയ ആ CS ഓരം ചേർന്നുകൊണ്ട് വയനാട് ശിഹാബ്ദങ്ങൾ റിലീഫ് സെന്ററിന്റെ ഇന്ന് സ്വന്തമായ ഒരു ബിൽഡിംഗ്, ഒരു ഓഫീസ് സംവിധാനം നിലവിൽ വന്നു. കാരുണ്യ പ്രവർത്തന രംഗത്ത് കൂടുതൽ കരുത്തോടെ മുന്നോട്ട് പോകാനുള്ള അവസരം കൈവന്നിരിക്കുകയാണ്. അബ്ദുൽ അസീസ് സാഹിബിനെ അനുസ്മരിക്കുന്നൊരു ചടങ്ങ് കൂടിയാണ്. CS സെന്ററിന്റെ ഒരു മീറ്റിംഗ് ഇവിടുത്തെ പ്രവർത്തകരെ വിളിച്ചു ചേർത്തുകൊണ്ട് വയനാട് മുസ്ലിം ലീഗ് ഓഫീസിൽ വെച്ച് വർഷങ്ങൾ മുമ്പ് ചേർന്നതിൽ പങ്കെടുത്തപ്പോഴാണ് ആ വേദിയിൽ വെച്ച് ഇവിടെ ഒരു അസീസ് സാഹിബ് എന്ന് പറയുന്ന ഒരാളുണ്ട്, അദ്ദേഹത്തെ നിങ്ങളൊന്ന് ബന്ധപ്പെടണം എന്ന് ഞങ്ങളോട് ഇവിടെയുള്ള ചില നേതാക്കളും. അങ്ങനെ ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി സംസാരിച്ച് അന്ന് മുതൽ CS സെന്റർ ജനറൽ മാനേജറായി വർഷങ്ങളോളം സേവനം ചെയ്ത അസീസ് സാഹിബിൻ്റെ സേവനത്തെയും പ്രവർത്തനത്തെയും ഈ അവസരത്തിൽ ഞാൻ അങ്ങേയറ്റം വിലമതിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ വിയോഗം 4 വർഷമായി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ചെയ്ത എല്ലാ നന്മകളും അള്ളാഹു സ്വീകരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. മഹാനായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ നാമധേയത്തിലുള്ള ഈ സെന്റർ ഇവിടുത്തെ പാവങ്ങൾക്ക് ഒരു അത്താണിയുമായി കൂടുതൽ കരുത്തോടെ മുന്നോട്ട് പോകാൻ അതിന് നേതൃത്വം നൽകുന്ന അലവി സാഹിബും സദീഖ് സാഹിബിൻ്റെ അടുത്തുള്ള ഈ സമിതിക്ക് മുന്നോട്ട് പോകാൻ അള്ളാഹു വലിയ വിജയത്തിലെത്തിക്കാൻ തൗഫീഖ് നൽകുമാറാട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അതിനു വേണ്ടി അസീസ് സാഹിബിന്റെ നാമധേയത്തിൽ ഒരു സൗധം നിർമ്മിക്കാൻ അദ്ദേഹത്തിന്റെ വീടിന്റെ മുന്നിൽ തന്നെ എപ്പോഴും കാണുന്ന രീതിയിൽ അദ്ദേഹത്തിന് സ്മാരകം ഉയർന്നു വരാൻ അവസരം ഒരുക്കിയ അദ്ദേഹത്തിന്റെ കുടുംബങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാവരോടും CS സെന്ററിന്റെ പേരിൽ ഹൃദയപൂർവ്വം നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ ചടങ്ങിൽ ആശംസകൾ നേരുന്നു. നന്ദി. അസ്സലാമു അലൈക്കും. വെറും ഒരു കെട്ടിടം മാത്രമല്ല, വർഷങ്ങളായി റിലീഫ് സെന്റർ എന്ന പേരിൽ ശിഹാബ് തങ്ങൾ റിലീഫ് സെന്റർ എന്ന പേരിൽ പ്രവർത്തിക്കുന്ന ഒരു മഹത്തായ സംരംഭത്തിന്റെ ഒരു പിന്തുടർച്ച മാത്രമാണ്. ശിഹാബ് തങ്ങൾ എന്ന പേര് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് മഹത്തായ മനുഷ്യ സേവനത്തിന്റെ ഒരു പ്രതീകമാണ്. ആ അദ്ദേഹത്തിന്റെ സേവനങ്ങളുടെ ജീവിക്കുന്ന ഒരു ജീവസുറ്റ ഒരു പ്രവർത്തനമായിട്ടാണ് ഇന്ന് നമ്മളിവിടെ ഉദ്ഘാടനം ചെയ്യുന്ന ഈ റിലീഫ് റിലീഫ് സെന്റർ ഭാവിയിൽ വികസിക്കുന്നതും വ്യാപിക്കുന്നതും അതിന്റെ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കേണ്ടതും. ചാരിറ്റി പ്രവർത്തനങ്ങൾ, മനുഷ്യകാരുണ്യ പ്രവർത്തനങ്ങളെ പറ്റി ചിന്തിക്കുമ്പോൾ അള്ളാഹുവിന്റെ റസൂല് നമ്മളെ പഠിപ്പിച്ചതാണ്. നമ്മൾ വേദനിക്കുന്നവരെ ചേർത്ത് പിടിക്കുക എന്നത് ഓരോ മുസ്ലിമിന്റെയും കടമയാണ്. ആ കടമ അത്ര ഭംഗിയായി നിർവഹിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ശിഹാബ് തങ്ങൾ റിലീഫ് സെന്റർ. ഈ സ്ഥലത്തിന് വേണ്ടി നേരത്തെ പ്രാസംഗികൻ സൂചിപ്പിച്ചതുപോലെ ഈ കെട്ടിടത്തിന് വേണ്ടി സ്ഥലം നൽകിയ അസീസ് സാഹിബിന്റെ കുടുംബത്തെ എത്ര അഭിനന്ദിച്ചാലും മതിയാവുകയില്ല. അതേപോലെ തന്നെ ഈ കെട്ടിടത്തിന് വേണ്ടി പ്രവർത്തിച്ച സംഘാടകരെയും അതിനുവേണ്ടി സാമ്പത്തികമായും ശാരീരികമായും പ്രാർത്ഥന കൊണ്ട് സഹായിച്ച എല്ലാ സഹോദരി സഹോദരന്മാരെയും ഞാൻ അഭിനന്ദിക്കുകയാണ്. അവരുടെ ആ പ്രവർത്തനങ്ങൾക്ക് അല്ലാഹു തക്കതായ പ്രതിഫലം തരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യും. നമ്മളിൽ ഈ വ്യക്തി ജീവിതത്തിൽ അധിഷ്ഠിതമായ ഒരു കാഴ്ചപ്പാടോടുകൂടിയാണ് പലരും ജീവിക്കുന്നത്. ആ ഒരു കാലഘട്ടത്തിൽ ഇതേപോലെയുള്ള പ്രവർത്തനങ്ങൾ മാനുഷിക മൂല്യങ്ങൾ എന്താണെന്ന് നമ്മളെ പഠിപ്പിക്കുന്നു. ആ മൂല്യങ്ങളെ പിന്തുടരാനായിട്ട് നാം ശ്രമിക്കേണ്ടതുണ്ട്. ഈ സെന്ററിന് വേണ്ടി, റിലീഫ് സെന്ററിന് വേണ്ടിയുള്ള എല്ലാവിധ സഹായങ്ങളും നിങ്ങൾ ചെറുതു വലുതുമായ സഹായങ്ങളും ചെയ്യേണ്ടതുണ്ട്. കാരണം അവരൊരുപാട് പ്രവർത്തനങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്, നടപ്പിലാക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ആ പ്രവർത്തനങ്ങൾക്ക് നമ്മൾ സഹായിക്കുക. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈ സമാപനത്തിലേക്ക് നീങ്ങുകയാണ്. നമ്മുടെ ശിഹാബ് തങ്ങൾ റിലീഫ് സെന്റർ എന്ന ഈ സംരംഭത്തിന് എൻ്റെയും ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന
പ്രസ്ഥാനത്തിൻ്റെയും എല്ലാവിധ ആശംസകളും സന്തോഷവും അറിയിക്കുകയാണ്. നമുക്കറിയാം, ഞാൻ ഈ വേദിയിലിരുന്നപ്പോൾ ഓർത്തു പോവുകയാണ്, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെയൊക്കെ വീടുകളിൽ ശിഹാബ്ദങ്ങൾ റിലീഫ് സെൽ എന്ന പേരിൽ ഒരു കൈപ്പുസ്തകം എത്താറുണ്ടായിരുന്നു. അതിൽ 100 മുതൽ 1000 മുതൽ 5000 വരെ ആ റിലീഫ് സെല്ലിന് സഹകരിച്ച ആളുകളുടെ ഒരു പേരുവിവരങ്ങളും ഒക്കെ കൊടുത്തുള്ള ഒരു ലഘുലേഖ എത്താറുണ്ടായിരുന്നു. ഇപ്പോ കുറച്ചായിട്ട് കാണാറില്ല. ഏതായിരുന്നാലും ആ പ്രവർത്തനത്തിന്റെ ഒരു തുടർ പ്രവർത്തനമാണ് ഈ ശിഹാബ്ദങ്ങൾ റിലീഫ് സെന്റർ എന്നുള്ളത്. ഏറെ ചാരിതാർത്ഥ്യം നൽകുന്നതാണ്. നമുക്ക് ഈ നാട്ടില്, നമ്മുടെ ഈ പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം നിരവധി റിലീഫ് സംഘടനകളും മറ്റുമൊക്കെ ഉണ്ട്. ഇതിലൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത്തരം പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തുമ്പോൾ നമ്മളെ നാട്ടില് ഈ പാവങ്ങൾ എന്ന രീതിയിൽ അറിയപ്പെടുന്ന കുറച്ച് ആളുകളുണ്ട്. ഈ സഹായങ്ങളെല്ലാം അവരിലേക്ക് മാത്രം എത്തിപ്പെടുകയും നമ്മുടെ ഒപ്പം കളിച്ച് ചിരിച്ച്, പക്ഷേ വീട്ടിൽ പട്ടിണിയായിരിക്കും, നമ്മളത് പുറത്തറിയില്ല. അത്തരം ആളുകളെ കണ്ടെത്തുന്നതിൽ പലപ്പോഴും നമ്മൾ പരാജയപ്പെട്ടു പോകുന്നുണ്ടോ എന്നുള്ള ഒരു ചോദ്യം നമ്മൾ ഉയർത്തേണ്ടതുണ്ട്. മുസ്ലിം ലീഗ് എന്ന സ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അതിന് ശരിക്കും ഓരോ ഏരിയയിലും സ്ക്വാഡും സംവിധാനങ്ങളുമാക്കി ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട്. അത് ഉപയോഗപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. പിന്നെ റിലീഫ് എന്ന വാക്കിനർത്ഥം ആശ്വാസം എന്നാണ്. നമുക്കറിയാം, നമ്മൾ റിലീഫ് സെന്റർ, റിലീഫ് എന്നൊക്കെ പറയുമ്പോൾ നമ്മളെ മനസ്സിലേക്ക് ഇങ്ങോട്ട് കയറി വരുന്നത് കിറ്റ് കൊടുക്കല്, ഭവന നിർമ്മാണം, അങ്ങനെ ആ രീതിയിലുള്ള വലിയ വലിയ കാര്യങ്ങളായിരിക്കും നമ്മളെ മനസ്സിലേക്ക് ഓടി വരിക. അതൊക്കെ ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾക്ക് കീഴിൽ നടക്കേണ്ടതുമാണ്. പക്ഷേ നമ്മുടെ ഓരോരുത്തരുടെയും നിത്യജീവിതത്തിൽ റിലീഫ് പ്രവർത്തനങ്ങൾ നടത്തേണ്ടതുണ്ട്. ഒരാളുടെ പ്രയാസം, അയാളുടെ മനസ്സിൽ തികട്ടിക്കൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ, അത് കേൾക്കാൻ നമ്മൾ അതിനൊരു സമയം, നമ്മളതിന് തയ്യാറാവുക എന്നത് തന്നെ വലിയൊരു റിലീഫ് പ്രവർത്തനമാണ്. ഇങ്ങനെ നമ്മുടെ നിത്യജീവിതത്തിൽ റിലീഫ് ഒരു സബരിയായി കൊണ്ടുവരാൻ എനിക്കും നിങ്ങൾക്കും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ സംരംഭത്തിന് എന്റെയും എന്റെ പ്രസ്ഥാനത്തിന്റെയും അകൈധ്വമായ സന്തോഷവും ആശംസയും ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ശ്രീ അബ്ദുൽ അസീസ് നാമദേവതയിലുള്ള ശിഹാബ്ദങ്ങൾ റിലീസ് സെന്റർ ഈ വയനാട്ടെ കാരുണ്യ പ്രവർത്തനത്തിന് പ്രചോദനമാകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. ഇവിടെ എല്ലാ നേതാക്കന്മാരും വളരെ വിശദമായിട്ട് സംസാരിക്കുകയുണ്ടായി. ഈ വൈകിയ വേളയിൽ അധികമൊന്നും സംസാരിക്കുന്നില്ല. ഏതായിരുന്നാലും നമ്മുടെ ഈ മേഖലയിൽ ആദ്യമായി റിലീഫ് കമ്മിറ്റിക്ക് ഒരു ആസ്ഥാന മന്ദിരം വയനാട് ഉണ്ടായി എന്ന സന്തോഷ നിമിഷത്തിലാണ് ഉണ്ടാകുന്നത്. രാഷ്ട്രീയ പ്രവർത്തനം വെറും വോട്ടിന് വേണ്ടി മാത്രമല്ല, രാഷ്ട്രീയ പ്രവർത്തനം നമ്മുടെ കൂടെയുള്ള സഹജീവികൾക്ക്, പ്രയാസപ്പെടുന്നവരെ ചേർത്ത് പിടിക്കൽ കൂടിയാണ് എന്നുള്ള ഒരു ദൗത്യമാണ് ഇന്ന് ഈ റിലീഫ് കമ്മിറ്റി ഇവിടെ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്തതോടുകൂടി നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞു. ചെലവ് മേഖല മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ കീഴിൽ ഏകദേശം 6 ശാഖാ കമ്മിറ്റികളുണ്ട്. എല്ലാ മുസ്ലിം ലീഗിന്റെ കമ്മിറ്റികളും അവരുമായി കഴിയുന്ന രീതിയിലുള്ള റിലീഫ് പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കമ്മിറ്റിയാണ്. വയനാട് ഇങ്ങനെ ഒരു ആസ്ഥാന മന്ദിരം വന്നതോടുകൂടി ഈ പ്രദേശത്തെ എല്ലാവർക്കും, പാവപ്പെട്ടവർക്ക് ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ
സഹായം ചെയ്യാൻ ഈ കമ്മിറ്റിക്ക് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും ഈ കമ്മിറ്റിക്ക് എല്ലാവിധ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ചെലവ് മേഖല മുസ്ലിം ലീഗിന്റെ എല്ലാവിധ അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വേദിയിലെ വിശിഷ്ട വ്യക്തികളെ, പ്രിയപ്പെട്ട ആളുകൾ, വളരെയേറെ കാലമായി ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് സജീവ സാന്നിധ്യമായ ശിഹാബ് തങ്ങൾ റിലീഫ് സെന്റർ വളരെ പ്രശംസനീയമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് ഇവിടെ കാഴ്ചവെച്ചിട്ടുള്ളത്. മർഹൂം പാണക്കാട് സയ്യിദ് മുഹമ്മദ് ബി ശിഹാബ് തങ്ങളുടെ പേരിൽ വ്യത്യസ്തങ്ങളായ ഒരുപാട് പദ്ധതിയുമായി മുന്നോട്ട് പോകുന്ന ഈ സദുദ്യമത്തിന് എല്ലാവിധ പിന്തുണയും എൻ്റെ പ്രസ്ഥാനത്തിൻ്റെ പേരിൽ ഞാൻ അർപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതുപോലെ തന്നെ ഈ വൈകിയ വേളയിൽ ഒരു പ്രസംഗത്തിൻ്റെ പ്രസക്തിയില്ല. വയനാട് ശാഖയിലെ ഈ പ്രദേശത്തെ SRC ഇക്കാലം അത്രയും ചെയ്തിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സ്വാലിഹായ അമലായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി ഖൈറു വശം അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹാദരണീയനായ അധ്യക്ഷൻ മുസഫ നബി സാഹിബ്, മറ്റു വിശിഷ്ട അതിഥികൾ, എൻ്റെ സഹോദര സഹോദരിമാർ, ഒരു വ്യാഴവട്ട കാലമായി ഈ വയനാടിന്റെ കരുണ പറ്റാത്ത മണ്ണിലൂടെ ഇന്ത്യ യൂണിയൻ മുസ്ലിം ലീഗിന്റെ കാരുണ്യ വിഭാഗമായ ശിഹാബ് തങ്ങൾ റിലീഫ് സെന്റർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ബൈത്തുർ റഹ്മകളായും ചികിത്സാ ഫണ്ടുകളായും മറ്റ് ഒട്ടനേകം കാരുണ്യ പ്രവർത്തനങ്ങളുമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ത്യയും ശിഹാബ് തങ്ങൾ റിലീഫ് സെന്റർ അതിന്റെ ഒരു പൊൻതൂവൽ കൂടി ചാർത്തിക്കൊണ്ടാണ് ശിഹാബ് തങ്ങൾ റിലീഫ് സെന്റർ അബ്ദുൽ അസീസ് സാഹിബ് മെമ്മോറിയൽ ബിൽഡിംഗ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ച് പ്രവർത്തനം ആരംഭിക്കാൻ പോകുന്നത്. നമുക്കറിയാം, നമ്മുടെ വിളിയാളം കേട്ടുകൊണ്ട് നമ്മുടെ ഈ കാരുണ്യ പറ്റാത്ത ഈ ജനമനസ്സുകളോട് സുമനസ്സുകളോട് നമ്മൾ ചോദിച്ചപ്പോൾ നമ്മൾ അതിന്റെ മെഡിക്കൽ ഉപകരണങ്ങൾ നൽകി നമ്മെ സഹായിച്ച, അതിന്റെ സാമ്പത്തികമായ ഒട്ടനവധി ആളുകൾ നമ്മോട് സഹായിച്ചിട്ടുണ്ട്. എന്തിനേറെ 45 ലക്ഷത്തോളം വീട് വരുന്ന ഭൂമി നമുക്കായി സ്വന്തമായി പതിച്ചു നൽകിക്കൊണ്ട് അതിനുശേഷം ഈ ബിൽഡിങ്ങിന് ആവശ്യമായ നിരവധി ലക്ഷങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ട്. അതേ പ്രകാരം തന്നെ നമ്മൾ ചോദിക്കുമ്പോഴൊക്കെ ബിൽഡിങ്ങിന്റെ സാമഗ്രികളും ഉപകരണങ്ങളും ഒക്കെ നമുക്ക് നൽകി. അതിനുശേഷം ഈ ബിൽഡിങ്ങിൽ നിങ്ങൾക്ക് മുമ്പാകെ, അതല്ലെങ്കിൽ ഈ വേദന അനുഭവിക്കുന്ന ചില വിഭാഗത്തിന് മുമ്പാകെ പ്രവർത്തന സജ്ജമാകുന്നു. അതിനുവേണ്ടി മെഡിക്കൽ ഉപകരണങ്ങൾ നൽകിയ നിരവധി ഒട്ടനവധി ആളുകൾ, ഇവരുടെ ഒക്കെ ഓരോ ഉദ്ദേശം വെച്ചിട്ടാണ് ഈ ജനങ്ങളൊക്കെ ഈ കാരുണ്യ സ്തൂപത്തിന്, ഈ കാരുണ്യ സ്തംഭമായ പാണക്കാട് സയ്യിദ് മുഹമ്മദ് ശിഹാബ് തങ്ങളുടെ പേരില് നാമകരണപ്പെട്ട ഈ റിലീഫ് സെന്ററിനെ സഹായിച്ചത്. പടച്ച തമ്പുരാൻ ഇവരുടെ ഒക്കെ എന്തൊക്കെ ഹലാലാണോ ഇവരൊക്കെ ഉദ്ദേശിച്ചുകൊണ്ട് ഈ മഹത്തായ സംരംഭത്തിലേക്ക് സഹായിച്ചത്, അവരുടെയൊക്കെ എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും സർവശക്തനായ റബ്ബുൽ ഇസ്സത്ത് നിറവേറ്റുമാറാവട്ടെ എന്ന് ഈ സദസ്സിന് മുമ്പാകെ ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്. ഈ ശിഹാബ് തങ്ങൾ റിലീഫ് സെന്ററിലേക്ക് ഈ അവസാന 1-2 ദിവസങ്ങളിലായി നമുക്ക് മുമ്പാകെ സഹായിച്ച, മെഡിക്കൽ ഉപകരണങ്ങളായി സഹായിച്ച ചില പേരുകൾ ഞാൻ വായിക്കാം.
മെഡിക്കൽ ബെഡ് നൽകിക്കൊണ്ട് പൊറ്റോൽ ഫാമിലി ഒരു ബെഡ് നൽകിയിരിക്കുന്നു. അതേ പ്രകാരം തന്നെ മറ്റൊരു ബെഡ് നൽകി നമ്മെ സഹായിച്ചിരിക്കുന്നു മാളിപ്പറമ്പിൽ ഫാമിലി എന്ന ഒരു ഫാമിലി. അതേ പ്രകാരം തന്നെ ഏറ്റവും കൂടുതൽ നമുക്ക് ആവശ്യമായി വരുന്നത് വീൽ ചെയർ എന്ന ഉപകരണമാണ്. അത് നൽകിയിരിക്കുന്നു പീടികയിൽ ഫാമിലി. മറ്റൊരു വീൽ ചെയർ നൽകിയിരിക്കുന്നു കളത്തിൽ ഫാമിലി. മറ്റൊരു വീൽ ചെയർ നൽകിയിരിക്കുന്നു KK പാറക്കണ്ടി ഫാമിലി. മറ്റ് 2 വീൽ ചെയർ നൽകിയിരിക്കുന്നു KK ഫാമിലി. മറ്റൊരു വീൽ ചെയർ കൂടി PK സലാം എന്ന സഹോദരൻ മറ്റൊരു വീൽ ചെയർ നൽകി. വീൽ ചെയറും അതില് ഒരു പ്ലോട്ട് നൽകിയിരിക്കുന്നു. ഈ കേരള രാഷ്ട്രീയ രംഗത്ത് സ്ത്രീകളുടെ പങ്ക് നിശ്ചലമാണ് എന്ന് വിളിച്ചോതിക്കൊണ്ട് നമുക്ക് മുമ്പാകെ പ്രവർത്തിക്കുന്ന ഇന്ത്യൻ യൂണിയൻ വനിതാ ലീഗ് എന്ന മഹാപ്രസ്ഥാനം ഒരു വീൽ ചെയറും അതിലേക്ക് ആവശ്യമായ ക്ലോത്തും നൽകിയിരിക്കുകയാണ്. അതേ പ്രകാരം തന്നെ നിരവധി സഹായങ്ങൾ നമുക്ക് നൽകിയിട്ടുള്ള ഫേമസ് ബേക്കറി ഒരു വാക്കർ നൽകുമ്പോ ഒരു ഹെയർ ബെഡ് നൽകിയിരിക്കുന്നു ഉള്ളാട്ടിൽ സാബിറ എന്ന സഹോദരി. അങ്ങനെ ഒട്ടനവധി ചെറുതും വലുതുമായ സഹായങ്ങളിലൂടെയാണ് ഈ ശിഹാബ് തങ്ങൾ റിലീഫ് സെന്റർ പ്രവർത്തിക്കുന്നതെങ്കിൽ തുടർന്നും നിങ്ങളുടെ മഹനീയ സഹായങ്ങള് നിങ്ങളുടെ സഹായ ഹസ്തങ്ങള് നമുക്ക് മുമ്പാകെ നീട്ടണമെന്ന് വിനീതമായി അപേക്ഷിച്ചുകൊണ്ട് എന്റെ കർത്തവ്യത്തിലേക്ക് ഞാൻ പ്രവേശിക്കുകയാണ്. ഈ മഹത്തായ വേദിയിലെ ഈ ഖിറാഅത്ത് കൊണ്ട് തന്നെ മാറ്റിയ ഹാഫിദ് മുഹമ്മദ് ഹാഷിം അബ്ബാക്കബി ഉസ്താദിനെ ആദരപൂർവ്വം നന്ദി അർപ്പിക്കുകയാണ്. അതേ പ്രകാരം തന്നെ ഈ മഹത്തായ വേദി നിങ്ങൾക്ക് മുമ്പാകെ സ്വാഗതം വരളിയ ഈ പ്രദേശത്തിന്റെ ഈ വാർഡിന്റെ ജനകീയനായ കൗൺസിലറും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ചെറുപൂർ മേഖലാ പ്രസിഡന്റും ഈ മഹത്തായ സഹായ ഹസ്ത സ്ഥാപനത്തിന്റെ കാര്യദർശിയുമായ എന്റെ വിനീത സുഹൃത്ത് KP സിദ്ദീഖ് സാഹിബ്, അദ്ദേഹത്തിന് ഞാൻ നന്ദി അർപ്പിക്കുകയാണ്. അതേ പ്രകാരം തന്നെ ഈ മഹത്തായ വേദിയിൽ അധ്യക്ഷ ഭാഷണം നടത്തിക്കൊണ്ട് ചടുലമായ പ്രവർത്തനത്തിലൂടെ മായനാട് കാരുണ്യ പ്രവർത്തനങ്ങൾ എങ്ങനെയെന്ന് കാണിക്കുന്ന ബഹുമാന്യനായ സഫാർ അലവി സാഹിബ്, അദ്ദേഹത്തിന് ഞാൻ എന്റെ പേരിലും ഈ മഹത്തായ പ്രസ്ഥാനത്തിന്റെ പേരിലും നന്ദി അർപ്പിക്കുകയാണ്. അതേ പ്രകാരം തന്നെ ഈ മഹത്തായ വേദി ഉദ്ഘാടനം ചെയ്ത ആ മഹാസംരംഭം ഉദ്ഘാടനം ചെയ്ത കേരള മുസ്ലിംകളുടെ ആത്മീയ ചൈതന്യം പാലക്കാട് സയ്യിദ് റഷീദ് അലി ശിഹാബ് തങ്ങളെ ഞാൻ നന്ദി അർപ്പിക്കുകയാണ്. അതേ പ്രകാരം തന്നെ ഇതുവരെ ഈ ഒരു വ്യാഴവട്ടക്കാലം ശിഹാബ് തങ്ങൾ റിലീഫിൽ എന്തെല്ലാം പ്രവർത്തിച്ചു എന്ന് അതിന്റെ തനതായ രൂപത്തിലൂടെ നമുക്ക് മുമ്പാകെ അവതരിപ്പിച്ച ശിഹാബ് തങ്ങൾ റിലീഫ് ഉദ്ഘാടന വർക്കിംഗ് കൺവീനർ സാബിത്ത് മായനാടിന് ഞാൻ നന്ദി അർപ്പിക്കുകയാണ്. അതേ പ്രകാരം തന്നെ ഈ മുഖ്യ പ്രഭാഷണം നിർവഹിക്കുന്നതിന് വേണ്ടി തന്റെ ശരീര അവശതകൾ മറന്നുകൊണ്ട് നമ്മോട് മുമ്പാകെ സംസാരിച്ച ഡോക്ടർ MK മുനീർ സാഹിബിന് ഞാൻ നന്ദി അർപ്പിക്കുകയാണ്. അതേ പ്രകാരം തന്നെ നമ്മുടെ ജനകീയനായ MLA KF ജയന്ത് അവർക്കും ഫണ്ട് കൈമാറ്റം നടത്തിയ ഇബ്രാഹിം സാഹിബിന് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി CP ചെറിയ മുഹമ്മദ് സാഹിബിനെയും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് കോഴിക്കോട് ജില്ലാ കാര്യദർശി TT ഇസ്മായിൽ സാഹിബിനെയും അതേ പ്രകാരം തന്നെ ഞങ്ങളുടെ സഹോദര പ്രസ്ഥാനമായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് നമ്മോട് സംസാരിച്ച കുനിയേരി ബാബുവേട്ടിനെയും SYSന്റെ വയനാട് മഹതി കാര്യദർശി പ്രസിഡന്റ് ബാബ സാഹിബിനെയും കേരള മുസ്ലിം ജമാഅത്തിന് വേണ്ടി സംസാരിച്ച ഉമ്മർ വയനാടിനെയും അതേ പ്രകാരം തന്നെ ഒരു സഹസ്രാബ്ദ കാലങ്ങളായി പാവപ്പെട്ട അശരണവും ആലം ബഹീനവുമായ ജനവിഭാഗത്തിന് വേദനാകറ്റിക്കൊണ്ട് നമുക്ക് മുമ്പാകെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന CH സെന്ററുകളുടെ മാതാവായി അറിയപ്പെടുന്ന കോഴിക്കോട് മെഡിക്കൽ കോളേജ് CH സെന്റർ അതിന്റെ ബഹുമാനായ പ്രസിഡന്റ് KP കോയ സാഹിബിനും അതേ പ്രകാരം തന്നെ ഡോക്ടർ സജിത് കുമാറിനെയും ഡോക്ടർ രാജേഷ് സാറിനെയും മുസ്ലിം യൂത്ത് ലീഗ് ദേശീയ ഉപാധ്യക്ഷൻ ആഷിഖ് ചെറുപൂരിനും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് കോഴിക്കോട് നോർത്ത് മണ്ഡലം അധ്യക്ഷൻ
PA ഹംസ സാഹിബിനും മുസ്ലിം ലീഗ് മേഖല ജനറൽ സെക്രട്ടറി ഫിറോസ് കോട്ടമ്പറമ്പിനും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് മായനാട് ശാഖ പ്രസിഡന്റ് KP റസാഖ് സാഹിബിനും മുസ്ലിം യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി KP റാഷിദിനും PM മൊയ്തീൻ കോയ സാഹിബിനും അതേപ്രകാരം തന്നെ ഈ മഹത്തായ വേദി ഒരുക്കുന്നതിന് വേണ്ടി യാതൊരു ലാഭേച്ഛയുമല്ലാതെ നമ്മോട് കൂടെ നിന്ന് നമുക്ക് വിട്ടു നൽകിയ മായനാട് UP സ്കൂൾ അധികൃതർക്കും അതേപ്രകാരം തന്നെ നമ്മുടെ ഈ ലൈറ്റും സൗണ്ടും ഒക്കെ നമുക്ക് ഒരുക്കുന്ന ബഹുമാനനായ PSK കുട്ടിമാർക്കാർക്കും സഹപ്രവർത്തകർക്കും അതേപ്രകാരം തന്നെ നമുക്ക് മുമ്പാകെ നല്ല ലളിതമായ ഭാഷയിലൂടെ നമുക്ക് മുമ്പാകെ സംസാരിച്ച ഡോക്ടർ കമാൽ ഹുസൈൻ സാഹിബിനും മറ്റ് ഈ മഹത്തായ വേദിയിൽ പങ്കെടുത്ത മുഴുവൻ ഓരോരുത്തർക്കും എന്റെ പേരിലും ഈ ശിഹാബ് തങ്ങൾ റിലീഫ് സെന്റർ എന്ന ഈ മഹത്തായ സംരംഭത്തിന്റെ പേരിലും നന്ദി അർപ്പിക്കുന്നതോടൊപ്പം ചടുലമായ പ്രവർത്തനത്തിലൂടെ ഈ വേദിയെ നയിച്ചുകൊണ്ട് മുന്നോട്ട് യാതൊരു ട്രാഫിക് ബ്ലോക്കുമില്ലാതെ നിയന്ത്രിച്ച എന്റെ വലിയ സഹോദരങ്ങള് മുസ്ലിം യൂത്ത് ലീഗിന്റെയും മുസ്ലിം ലീഗിന്റെയും വനിതാ ലീഗിന്റെയും പ്രവർത്തകന്മാർ വൈറ്റ് കാലങ്ങൾ എല്ലാവരെയും ഒറ്റവാക്കിൽ നന്ദി അർപ്പിച്ചുകൊണ്ട് അധ്യക്ഷന്റെ അനുമതി പ്രകാരം ഈ മഹത്തായ വേദി ഇവിടെ അവസാനിച്ചതായി അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി